സുബിട്ടാസ്, ഇപ്പോൾ ഇന്ന് ഈ ദില്ലിയിൽ ഞാൻ ഈ പറഞ്ഞ വിധത്തിലൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ അവിടെ ഇതറിഞ്ഞ് ആദ്യമെത്തിയ ആളാണ് താങ്കൾ. പാർലമെൻറ്റിൽ പറയുന്നുണ്ടായിരുന്നു, പാർലമെൻറ്റിൽ നേരെ ഇങ്ങോട്ടേക്കാണ് വന്നത് എന്ന് ദില്ലി പോലീസിൽ നിന്ന് വന്നവരോട് താങ്കൾ പറയുന്നതും കേൾക്കുകയുണ്ടായി. ഇത് ദില്ലി പോലീസിൻ്റെ ഒരു പ്രതികാര നടപടിയാണ്, അല്ലെങ്കിൽ നിയമവിരുദ്ധ നീക്കമാണ് എന്ന വിമർശനമാണല്ലോ ഉന്നയിച്ചത്. എന്തുകൊണ്ട്? കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഡൽഹി പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഓരോ നടപടിയും ഒരു ജനാധിപത്യ രാജ്യത്തിന് അപമാനകരമായ കാര്യങ്ങളാണ്. ഇപ്പോൾ ജന്തർ മന്ദിറിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ, അവരുടെ സമരത്തെ, അവരുടെ പാർലമെന്റ് മാർച്ചിനെ നേരിട്ട ഡൽഹി പോലീസിന്റെയും കേന്ദ്രസേനയുടെയും നടപടി ഇന്ന് ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുകയാണ്. ഏത് രൂപത്തിലാണ് ആ ഒരു പ്രക്ഷോഭത്തെ അടിച്ചമർത്താൻ വേണ്ടി എല്ലാ ചട്ടങ്ങളും നിയമങ്ങളും കാറ്റിൽ പറത്തിക്കൊണ്ട് ചില്ലി ബോംബ് ഉൾപ്പെടെ. ഇന്ന് എനിക്ക് കിട്ടിയ വിവരം എന്ന് പറയുന്നത്, ഇതിനെ ഒരു വിക്ടിം, ഒരു എര ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പോൾ അവരുടെ പരിക്കിന്റെ കാരണം ഗൺ ഷോട്ട് അതാ പറഞ്ഞത്. അതിലേക്ക് പോകുന്നില്ല. ഐഷി ഘോഷ് എന്ന് പറയുന്നത് ജന്തർ മന്ദിറിലെ പ്രക്ഷോഭത്തിന്റെ ഒരു മുഖങ്ങളിലൊന്നായിരുന്നു. മാത്രമല്ല JNUവിന്റെ മുൻ വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റാണ്. ഡൽഹിയുടെ സാമൂഹ്യ രാഷ്ട്രീയ രംഗത്ത് നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വം കൂടിയാണ്. അവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഡൽഹി പോലീസിന്റെ ഒരു സംഘം ഒരു ദേശീയ പാർട്ടിയായിട്ടുള്ള CPMന്റെ കേന്ദ്ര ഓഫീസിലേക്ക് ഇരച്ചെത്തി, ഉള്ളിലേക്ക് ഇരച്ച് കയറി എന്ന് പറയുന്നത് ഒരു ജനാധിപത്യത്തിന് പൊരുത്തപ്പെടുന്ന കാര്യമല്ല. മാത്രമല്ല, ഞാൻ ഈ വിവരം കേട്ടിട്ട് ഓടിയെത്തുകയത് ഒരു പാർലമെന്ററി കമ്മിറ്റിക്ക് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പാർലമെന്റിലെ അനക്സിലേക്ക് പോകുന്ന സമയത്താണ് ഈ വിവരം എനിക്ക് കിട്ടുന്നത്. ഐഷി ഘോഷിനെ അറസ്റ്റ് ചെയ്യാൻ ഡൽഹി പോലീസ് വന്നിരിക്കുന്നു എന്നുള്ളത്. ഞാനവിടെ എത്തിയപ്പോൾ വളരെ കുറച്ചുപേരേ ഉള്ളൂ, 3-4 ആൾക്കാരേ ഉള്ളൂ. എങ്ങനെയെങ്കിലും ഐഷിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണമെന്നാണ്. ജനറൽ സെക്രട്ടറി സഖാവ് MA ബേബി ഒരു യോഗത്തിന് വേണ്ടി പുറത്തു പോയിരുന്നു. അപ്പോൾ ഉത്തരവാദിത്തപ്പെട്ട പല ആൾക്കാരും ഇവിടെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഈ തക്കം നോക്കി ഐഷി ഘോഷിനെ കൊണ്ടുപോകാനായിരുന്നു അവരുടെ ലക്ഷ്യം. അപ്പോൾ ഞാനെത്തി അവരോട് ചോദിച്ചു, എന്താ കാരണം? അപ്പോൾ അവർ പറയുന്നത് 2021 ഒരു കേസിന്റെ കാര്യമാണ്. 2021 ബംഗ്ലാഭവനിൽ എന്തോ ധർണ നടത്തിയ ഒരു കേസാണ്. അതിങ്ങനെ പൊടി പിടിച്ച് കിടക്കുകയാണ്. മാത്രമല്ല, കോടതിയിലുണ്ടെങ്കിൽ കോടതിയിൽ നിന്ന് എന്തെങ്കിലും വരുമ്പോൾ അവർ പോകും. 30-ാം തീയതി കേസുമുണ്ട്. അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചു, എന്താണ് ഇത്ര ധൃതി? 2, നിങ്ങൾ യൂണിഫോം പോലും ഇട്ടിട്ടില്ല. യൂണിഫോം പോലും ഇടാതെ ഒരാൾ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡൽഹി പോലീസ് എത്തിയെന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഈ ചോദ്യത്തിന് മുമ്പിൽ അവർ വല്ലാതെ പാതറി. ഞാൻ പറഞ്ഞു, മുമ്പ് നിങ്ങൾ തെരുവിൽ നിങ്ങൾ നെയിം പ്ലേറ്റ് ഇടാതെ, നിങ്ങൾ യൂണിഫോം ഇടാതെ കുട്ടികളെ മർദ്ദിച്ചതിന്റെ മറ്റൊരു ചാപ്റ്ററാണ്. അത് ഞാൻ വിടാൻ പോകുന്നില്ല, പാർലമെന്റിൽ ഈ വിഷയം ഉയർത്തും എന്ന് പറഞ്ഞപ്പോഴേക്കും ഇവർ അമ്പരന്നു. ഇവര് കൂടെ വന്ന ഓഫീസർമാരെയും കൂട്ടിക്കൊണ്ട് ഇവിടുന്ന് വെർച്വലി പലായനം ചെയ്തു. മാത്രമല്ല, അവർ വന്നത് നിങ്ങൾ പറഞ്ഞ പോലെ, ശരത്ത് പറഞ്ഞ പോലെ, ഒരു സ്വകാര്യ വാഹനത്തിലാണ്. എനിക്ക് ഡൽഹി പോലീസിനെ എത്രയോ കാലമായിട്ട് അറിയാം. ഇത്രയധികം വിഭവ സമ്പത്തുള്ള ആധുനിക സങ്കേതങ്ങളുള്ള ഒരു പോലീസില്ല. ഡൽഹിയുടെ നിരത്തിൽ ഏത് നിമിഷം നോക്കിയാലും ഡൽഹി പോലീസിന്റെ വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ദേശീയ പാർട്ടിയുടെ ഓഫീസിലേക്ക് കടന്നു വരുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുഖത്തെ, ഒരു വ്യക്തിത്വത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് സ്വകാര്യ വാഹനത്തിൽ വരേണ്ട കാര്യമുണ്ട്. ഇതൊക്കെ ഒരുപാട് ചോദ്യങ്ങൾ ഉയർത്തുന്നതാണ്. മാത്രമല്ല, നമ്മുടെ രാജ്യം ഒരു ജനാധിപത്യ രാജ്യമാണോ അതെയോ ഒരു പോലീസ് രാജ്യമുള്ള മാർഷൽ ലോ പ്രഖ്യാപിച്ച രാജ്യമാണോ എന്നുള്ള ചോദ്യമാണ് ഇത് ഉയർത്തുന്നത്.